ഹലോ ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, അതൊരു പരസ്യം ക്രിയേറ്റ് ചെയ്യുക. അതിൽ മുതൽ സ്ക്രിപ്റ്റിംഗ് മുതൽ എല്ലാ കാര്യം AI ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നിങ്ങൾക്ക് മെയിൻലി വേണ്ടത് VO3ൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ വേണം. 2450 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2500 ഗൂഗിൾ AI ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓട്ടപ്പാച്ചിലിന്റെ ഈ ലോകത്ത് ഒരു നിമിഷം നിങ്ങൾക്കായി മാറ്റിവെക്കാറുണ്ടോ? അതിന് വേണ്ടത് ഒരു ചെറിയ ഇടവേളയാണ്. ആരോമ പ്രീമിയം ബട്ടർസ്കോച്ച്, നിങ്ങളുടെ തിരക്കുകൾക്കിടയിലെ മധുരമുള്ള ആശ്വാസം. ആരോമ, രുചിച്ചറിയൂ. ഈ റീലേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത് അതൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കും ഈ ഒരു സ്റ്റെപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ചെയ്യുന്നത് ആദ്യം ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്ത്, അതായത് ഒരേപോലത്തെ പിക്ചർ മൾട്ടിപ്പിൾ ടാസ്കിനുള്ളത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ വീഡിയോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വലിയ നോളേജ് വേണമെന്നൊന്നുമില്ല. നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ ഭയങ്കര നോളേജൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പം നമ്മുടെ ജെമിനിയുടെ ഫ്രണ്ട് പേജിൽ വന്നിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് എനിക്ക് 30 സെക്കൻഡിൻ്റെ ക്രിയേറ്റ് ചെയ്ത് തരണമെന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൊടുക്കുകയാണ്. ഓൾറെഡി ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജെമിനി തന്നെ യൂസ് ചെയ്തിട്ട്. ഇതാണത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ക്രിപ്റ്റാണ് നിങ്ങൾ അവിടെ കണ്ട ആ വീഡിയോ. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് എങ്ങനെ ഇനി വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നോ, ഇതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നതിന് ഇമേജായി ജനറേറ്റ് ചെയ്ത് ആ ഇമേജിനെയാണ് പിന്നീട് വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇമേജായി ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താൻ പറ്റും. വീഡിയോ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂറ്റി കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ക്രിയേറ്റ് നാനോ ബനാന ക്ലിക്ക് ചെയ്ത ശേഷം ഈ സ്ക്രിപ്റ്റിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് ഒന്ന് ഇവിടെ നാനോ ബനാനയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പല സീനിൻ്റെയും സീൻ 2 ഇതേപോലെ നിങ്ങൾ വായിച്ച് നോക്കിയ ശേഷം അതിൻ്റെ ഏത് പോർഷനാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് മാത്രം ജസ്റ്റ് കോപ്പി ചെയ്തെടുത്ത ശേഷം നാനോ ബനാനയിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് വരാം. അപ്പോൾ ഞാൻ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പം നമ്മൾ കണ്ട ആ വീഡിയോയുടെ ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, ഫസ്റ്റ് സീന്, സെക്കൻഡ് സീന് അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുക്കുന്ന സീന്, ഇനി അത് കഴിക്കുന്ന സീന്. ഫോട്ടോ തന്നെ അയച്ചു കൊടുത്തിട്ട് ഐസ്ക്രീമിൻ്റെ ഫോട്ടോ മാത്രം വേണം പറഞ്ഞപ്പോൾ ഐസ്ക്രീമിൻ്റെ ഫോട്ടോ മാത്രമാണോ. എന്നിട്ട് ഇപ്പോൾ ഇതേപോലെ ഫുൾ ഫോട്ടോസും ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫോട്ടോസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് എല്ലാം യൂസ് ചെയ്തിട്ട് ഇനി ഒരു വീഡിയോ സെറ്റപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ VO3 സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോ യൂസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഗൂഗിളിൽ കയറിയിട്ട് ഫ്ലോ എന്ന് സെർച്ച് ചെയ്യാം. ഫ്ലോ എന്ന് സെർച്ച് ചെയ്താൽ ഈ ഒരു ആപ്പ് വരും, ഈ ഒരു സൈറ്റ് വരും. ഈ ഒരു സൈറ്റിനകത്ത് കണ്ടിന്യൂ കൊടുത്ത ശേഷം നമ്മുടെ മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ സ്ക്രിപ്റ്റിൻ്റെ ഈ ആദ്യ രംഗത്തിലെ ഈ ഒരു പോർഷൻ മാത്രം കോപ്പി ചെയ്തിട്ട് അതിന് മുന്നായിട്ട് ഫ്രെയിം ടു വീഡിയോ എന്ന് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രെയിം ടു വീഡിയോ എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, ഇതാണ് സ്റ്റാർട്ടിങ് കൊടുത്തത്. സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യണേ. ഈ രംഗം ഒന്ന് ഫുള്ള് കോപ്പി ചെയ്യണം. ഇവിടെ ഓഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓഡിയോ ഫുള്ള് കോപ്പി ചെയ്യണം. ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഫുള്ളായിട്ട് വേണം പേസ്റ്റ് ചെയ്യാൻ. ഓരോ തവണയും ഓരോ ക്ലിപ്പുകളായിട്ട് ചെയ്യണം. അതേപോലെ സീൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട്
അപ്പോൾ ഞാൻ റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇതേപോലെ ഒരു ഐക്കൺ കാണിക്കും. കുറേ ക്ലിപ്പ് 2-3 ക്ലിപ്പെല്ലാം ക്രിയേറ്റ് ചെയ്ത ശേഷം അപ്പോൾ ഫസ്റ്റ് മുതൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലൊരു സ്ക്രീൻ കാണിക്കും. ഇതേപോലെ ലോഡ് ചെയ്ത് വരുമ്പോൾ ഒരു ടൈം ലൈൻ കാണിക്കും. അപ്പോൾ ആ ടൈം ലൈനിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം പോസ്റ്റും ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ടാവും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ടിങ് ആയ ശേഷം അതിനകത്ത് ഡൗൺലോഡിങ് ഓപ്ഷൻ കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് പൊട്ടിക്കൽ കൂടാ. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഗൈസ്. ബൈ.